നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ തോരനാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. തോരൻ വെക്കുവാനായി 240 മില്ലിയുടെ 1 കപ്പ് ചെമ്മീനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചതിന് ശേഷം ചെമ്മീൻ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ചെമ്മീനിൻ്റെ മുള്ളുകളും കൊമ്പും എല്ലാം കളയുവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെമ്മീൻ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൊമ്പുകളും കാലുകളും എല്ലാം പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലെ പൊടിയെല്ലാം നീക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ചുവന്നുള്ളി 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി, കറിവേപ്പില 1 തണ്ട്, കുടംപുളി മീഡിയം സൈസിലുള്ള 1 കഷ്ണം എന്നിവ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ചെമ്മീൻ കുതിർക്കാനായി വെച്ചതിന് ശേഷം ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി 1/2 കപ്പ്, ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് 3 എണ്ണം, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി 8 അല്ലി, 1 തണ്ട് കറിവേപ്പില, ഒരു മീഡിയം സൈസ് കുടംപുളിയുടെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത് മുതലായവ ചേർത്ത് കൊടുത്തുകൊണ്ട് കൈകൊണ്ട് നന്നായി ഞെരടി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായി ഞെരടി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 240 മില്ലിയുടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിലെ വെള്ളമയം പറ്റിച്ചെടുക്കാം. വെള്ളമയം നന്നായി പറ്റി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പം തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും കപ്പയ്ക്കും പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.